UAE യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ് ഒമാനിൽ. ഞങ്ങൾ ഒമാനിൽ സെക്കൻഡ് ഡേയിൽ ആദ്യം പോയത് അൽ നസീം പാർക്കിലേക്കാണ്. ഇതിനെ കാണുമ്പോൾ എനിക്ക് ഡിസ്നിലാൻഡ് ആണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കോ? ഇത് അടിപൊളി പാർക്കാണ്. ഇതിനകത്ത് വാട്ടർ പാർക്കും എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങൾ വാട്ടർ പാർക്കിൽ കളിച്ചില്ല. ബിക്കോസ് ഇത് വിൻ്റർ ആയിക്കോണ്ടും അതുകൊണ്ട് തന്നെയല്ല ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല വാട്ടർ പാർക്കിൽ കളിച്ച് കഴിഞ്ഞിട്ട്. പിന്നെ നമ്മൾ എൻട്രൻസ് കയറുമ്പോൾ തന്നെ 2 അക്വേറിയം ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിട്ട് നല്ല ഫിഷൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ. എൻ്റെ കസിൻസൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ കാണാമല്ലോ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ സൈഡിൽ തന്നെ കാണാം ചീറ്റനെ ഉണ്ടാക്കി അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് റിയൽ സ്കിൻ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നേരെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ബേർഡിനെ കാണാം. സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ പേരറിയത്തില്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ. പക്ഷേ എൻ്റെ സൗണ്ട് ഇച്ചിരി ടെററാണ്. സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇച്ചിരി പേടി വരും. ആക്ച്വലി ഈ ബേർഡിനെ ഞാൻ വേറെ സൂവിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ പേര് എനിക്കറിയില്ല. സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇവിടെ ആക്ച്വലി കുറേ ഫോട്ടോസ് എടുക്കാം. കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഇവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് പറ്റാതെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒമാനിലുള്ളവരാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആട്ടോ. പിന്നെ യുഎയിൽ ഒമാനിലേക്ക് വരുന്നതാണെങ്കിൽ ഇതൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. സൂപ്പറായിരിക്കും. നോക്കുന്നത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. കണ്ടോ പീക്കോക്ക്. പിന്നെ അപ്പുറത്തും ഇതുപോലെ കുറേ ഉണ്ട്, അപ്പുറത്തെ സൈഡും. പക്ഷെ ചിലതൊക്കെ എംറ്റി ആട്ടോ, ചിലതൊന്നും എലിമെന്റ്സ് ഇട്ടിട്ടില്ല. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നറിയോ? അത് കയറുമ്പോൾ തന്നെ അത് റിഫ്രഷിങ് ഫീലാണ്. ഞാൻ ഫസ്റ്റ് അത് ഓർത്തത് സ്നേക്കാന്നാ. പിന്നെയാണ് ഞാൻ നോട്ടീസ് ചെയ്തത് പാരറ്റൊക്കെ അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ചില ബോക്സിലൊക്കെ എം ടി ആണ്, അതുപോലെ അവിടെ എം ടി ആയിരുന്നു. എൻ്റെ ബ്രദർ ആണെങ്കിൽ നോക്കുക എം ടി ഉള്ളത്, എന്നിട്ട് ചോദിക്കുക എനിവൺ ഈസ് ദെയർ എന്നൊക്കെ. ആക്ച്വലി എൻ്റെ കസിൻസും അവരുടെ ഫാമിലിയും ഒക്കെ ഇവിടെ കേട്ടോ. അവരെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒമാനിലേക്ക് വന്നത്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ആ സെക്ഷൻ വിട്ട് നേരെ നടന്നു. അപ്പോഴാണ് നമ്മൾ സൈഡിൽ കാണുന്ന ഒരു 100 കേവും അത്. പക്ഷെ അത് ക്ലോസ് ആയിരുന്നു. എനിക്കത് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് ക്ലോസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കണ്ടില്ലേ ഡിസ്നി പാർക്സ് എന്ന് പറഞ്ഞ് അതിനകത്ത് കുറേ കളിക്കാനുള്ള സാധനം കേട്ടോ. പക്ഷേ അത് നമ്മൾ വാട്ടർ പാർക്കിൽ പോയാൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. അതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ക്രോക്കഡൈൽസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു അത് അലൈവ് ആണ്, പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് അലൈവ് ആണ്. അതുപോലെ തന്നെയാണ് അവിടെ കിടക്കുന്നത്, സ്റ്റാച്യു മാതിരി. പിന്നെ മനസ്സിലായി അത് ഉറങ്ങുമായിരുന്നത്. പക്ഷെ അത് തുറന്നിട്ടായിരുന്നു ഉറങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു സ്റ്റാച്യു ആണോ അല്ലയോ എന്ന്. ഞങ്ങൾ കസിൻസ് മൊത്തം നോക്കിയായിരുന്നു. ഞങ്ങൾ അതിനെ ഉണർത്താനായിട്ട് കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി. അതൊന്നും ഉണർന്നില്ല കേട്ടോ. പക്ഷെ അതിനകത്ത് ഒരാൾ മാത്രം ഉണർന്നു. അതിങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇതുപോലെ അവരുടെ സ്ലീപ്പിംഗ് ടൈം ആയിരുന്നത്. ഈ ക്രോക്കഡൈൽസ് മാത്രമല്ല, ഞങ്ങൾ ലയൺസൊക്കെ കാണാൻ പോയപ്പോൾ അവരും ഇങ്ങനെ ഉറങ്ങുകയായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞങ്ങൾക്ക് വീഡിയോയിലുണ്ട്. പിന്നെ കണ്ടില്ലേ നിങ്ങൾ ടോട്ടോയ്സൊക്കെ. ഈ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ എൻ്റെ കസിൻസ് എല്ലാം ഓടി വന്നു. പിന്നെ എൻ്റെ ബ്രദർ വന്നില്ല, ബ്രദർ ക്രോക്കഡൈലിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ വാട്ടർ പാർക്ക് ഉണ്ടെന്ന്. വാട്ടർ പാർക്ക് ഇൻസൈഡിലും എൻട്രൻസ് ഉണ്ട്, ഔട്ട്സൈഡിലും ഉണ്ട് എൻട്രൻസ്. ഇതിൻ്റെ ബാക്കിലാണ് എൻട്രൻസ് വാട്ടർ പാർക്കിൻ്റെ. പക്ഷേ ഞങ്ങൾ വാട്ടർ പാർക്കിൽ പോയില്ല. ഞങ്ങൾ ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഇത് മാത്രമേ ഫോട്ടോ എടുത്തുള്ളൂ. കണ്ടു, ഞാൻ പറഞ്ഞില്ലേ അതാ ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയതേക്ക് ഒരാൾ മാത്രം ഉണർന്നെന്ന്. കണ്ടു, അത് ഉണർന്ന് മുകളിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഓടിച്ചെന്നു അവിടെ അതിനെ കാണാൻ. പിന്നെ അത് അനങ്ങിയില്ല കേട്ടോ. അത് മാത്രമേ ആ ഒരു മൊമെന്റ് മാത്രമേ അത് അനങ്ങിയുള്ളൂ. പിന്നെ അത് അനങ്ങിയില്ല. പക്ഷേ ഇത് മൂവിന്ന് വീഡിയോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ബിക്കോസ് ഞങ്ങൾ തിരിഞ്ഞപ്പോൾ തന്നെ അത് മൂവ് ചെയ്തു. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ ഓടി വാട്ടർ പാർക്കിലേക്ക്. പക്ഷേ ആക്ച്വലി ആ ഒരു ടൈമിൽ വാട്ടർ പാർക്കിൻ്റെ എൻട്രൻസും ക്ലോസ് ആയിരുന്നു. ബിക്കോസ് 2 o'clock സംതിങ്ങേ അത് സ്റ്റാർട്ട് ആവത്തുള്ളൂ. ആക്ച്വലി എനിക്ക് ഈ ഏരിയ കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട. ബിക്കോസ് ഇതൊരു അസ്തറ്റിക് ഫീലായിരുന്നു ഈ ഒരു ഏരിയയ്ക്ക് തന്നെ. ഇവിടെ 5D സിനിമ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ നോക്കിയിരുന്നു, പക്ഷെ അത് ക്ലോസ് ആയിരുന്നു തോന്നുന്നു. പിന്നെ ആക്ച്വലി ഇതിൻ്റെ മെയിനായിട്ട് ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആനിമൽസ് ഉണ്ട്. അതിനടുത്തേക്ക് പോകാൻ വേണ്ടി കുറേ വഴികളുണ്ട് കേട്ടോ. ഇതായിരുന്നു ഞങ്ങൾ ഈ വഴിയിലേക്കാണ് പോയത്. എൻ്റെ കസിൻസ് എല്ലാം കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടൊക്കെയാണ് പോയത്. പക്ഷേ എത്തുന്നത് ഒരിടത്താണ് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയ സൂപ്പറല്ലേ. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഈ ഏരിയയിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആനിമൽസിൻ്റെ സെക്ഷൻ ഉണ്ടെന്ന്. അങ്ങോട്ടാട്ടോ പോകുന്നത്, ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ കഫേ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ലെഫ്റ്റ് സൈഡിലല്ലേ ഒരു വലിയ ബോട്ടിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നുണ്ട്. എന്ത് രസമാണെന്ന് പറയുന്നത് കാണാൻ. അതിൻ്റെ മുകളിലൊക്കെ പോയി ഞങ്ങൾ കുറേ ഫോട്ടോ എടുത്തു. എൻ്റെ കസിൻസ് മൊത്തം അതിൻ്റെ മുകളിലായിരുന്നു. ഞാനും പോയിട്ടോ കളിക്കാൻ കുറേ. പിന്നെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് സെയിം എൻട്രൻസിൻ്റെ അവിടെ തന്നെ എത്തി.
അവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു രാത്രിയിൽ അവരുടെ പ്രോഗ്രാം ഉണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ രാത്രി നിന്നില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഒരു ബേർഡ്, ആ ബേർഡിൻ്റെ പേര് മാക്കോ എന്നാട്ടോ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴത് നോട്ടീസ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഇതാട്ടോ ബോട്ടിൻ്റെ മണ്ടയ്ക്ക് കയറിയുള്ള വ്യൂ. പിന്നെ ഞാനങ്ങനെ വീഡിയോ എടുത്ത സമയത്താണ് തിരിഞ്ഞപ്പോഴാണ് ഞാൻ ഗൂസിനെ കാണുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഗൂസൊക്കെ ആ സൈഡിലോട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രിഡ്ജ് കയറിയാൽ നിങ്ങൾക്ക് കാണാം. പക്ഷെ ഞങ്ങൾ ആ ബ്രിഡ്ജിലോട്ട് കയറുന്നതിനേക്കാളും രസം ഈ ബോട്ടിൽ കയറിയിട്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ ബോട്ടിൻ്റെ ഫുൾ സ്ട്രക്ചർ. എന്ത് രസമല്ലേ കാണാൻ. പിന്നെ എൻ്റെ കസിൻ സിസ്റ്റർ സ്റ്റേജിൻ്റെ മുകളിൽ കയറിയിട്ട് ഡാൻസ് ആയിരുന്നു കേട്ടോ. എൻ്റെ കസിൻ സിസ്റ്റർ ഒരു ഡാൻസിൽ പ്രോഗ്രാമിനുണ്ടായിരുന്നു. ആ പാട്ടൊക്കെ വെച്ച് ഫുൾ ഡാൻസ് ആയിരുന്നു. ആനിമൽസിൻ്റെ സെക്ഷൻ തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ ആനിമൽസ് ഉണ്ട് ഇവിടെ കാണാൻ. കുറേ എന്ന് വെച്ചാൽ കുറേ. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കാണുന്നുണ്ട്. ബിക്കോസ് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേർഡ്സും ആനിമൽസും അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് സീബ്രയും ഒക്കെ കാണാം. സ്നേക്ക് ഉണ്ട്, നിങ്ങൾ കണ്ടോ ഒരു യെല്ലോ കളർ സ്നേക്ക്. ഈ സ്നേക്കിനെ ബ്രദർ പണ്ട് ഒരു സൂവിൽ വെച്ചിലെ കഴുത്തിലിട്ടിരുന്നു കേട്ടോ. പക്ഷെ അത് പണ്ടായിരുന്നു. പണ്ടത്തെ ആ വീഡിയോ എൻ്റെ കയ്യിലില്ല. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ എൻ്റെ കഴുത്തി വെക്കാൻ. ഞാൻ കഴുത്തി വെച്ചില്ല. എൻ്റെ ബ്രദർ ഭയങ്കര ധൈര്യശീലമായിരുന്നു വെക്കാൻ. ഞാൻ അപ്പോഴായിട്ട് ഒരു കൈ വന്ന് ശ്രദ്ധിച്ചത്. ഞാൻ ഫസ്റ്റ് കൊടുത്തൊരു ഹ്യൂമൻ്റെ കൈയാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് അത് ചിമ്പാൻസിയുടെ ആണ്. എന്ത് രസമാണെന്ന് പറയുന്നത് മൂവി ചെയ്യുന്നത് കാണാൻ. ശരിക്കും ഒരു ഹ്യൂമൻ മൂവി ചെയ്യുന്നതിൻ്റെ മാതിരി ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അതിൻ്റെ അടുത്ത് പോകാൻ നല്ല പേടിയായിരുന്നു. ബിക്കോസ് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനെ കഴുത്തിലൊക്കെ പിടിക്കുന്നത്. അവർക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ അവനിങ്ങനെ കൈ പുറത്തിട്ടേക്കുന്നു ഫുഡ് ചോദിക്കുന്നത് പോലെ. കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായി. ഞങ്ങളെ ഇരിക്കുന്ന ഒരു കപ്പ് കേക്ക് എൻ്റെ അങ്കിളെടുത്ത് കൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു ചിമ്പാൻസി മാത്രമല്ല കേട്ടോ, കുറേ ഉണ്ട്. അതിനപ്പുറത്ത് വേറൊരു കേജും കൂടി ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു 2-3 എണ്ണം. പക്ഷേ അത് ചിമ്പാൻസി എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അത് ചെറുതാണ്, മങ്കി ടൈപ്പ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ചിമ്പാൻസിയാണ് ഏറ്റവും വലുത്. പിന്നെ ഈ ഒരു വലിയ കേജിൽ എനിക്ക് തോന്നി ഒരു ചിമ്പാൻസി മാത്രമല്ല, ഒരെണ്ണം കൂടി ആയിരുന്നു. ബിക്കോസ് ഒരു ചിമ്പാൻസിക്ക് കൂട്ടായതേ. ഈ സൈഡിലിരിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു. അതെപ്പോഴും ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ എന്തെങ്കിലും തരാൻ പറഞ്ഞ് അതുപോലെ ഫുഡ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിഷമം തോന്നി കൈ ഇങ്ങനെ പുറത്തിട്ട്. ഞങ്ങൾക്ക് ഇന്ന് കപ്പ് കേക്കെല്ലാം കഫീന്ന് വാങ്ങിച്ച് ഞങ്ങൾ കൊടുത്തു. പക്ഷെ തീർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൈയിട്ട് നമുക്ക് വിഷമം വന്നു. എൻ്റെ പപ്പയെല്ലാം കൊടുത്തു അതിന് ഫുഡ്. പക്ഷെ ഞാൻ കൊടുത്തില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. ആ ഒരു ചിമ്പാൻസിയുടെ ബാക്ക് കേജ് ആട്ടോ അത്. ഈ കേജിന് ചിമ്പാൻസിയുടെ കേജിന് തൊട്ട് പുറകിൽ തന്നെ വേറൊരു ആനിമലിൻ്റെ കേജും കൂടി ഉണ്ട് കേട്ടോ. അതായിരുന്നു അത്. ആക്ച്വലി ഈ ഒരു പാത്ത് എനിക്കൊരു ഡെൻസി ഫീൽ തന്നെ കേട്ടോ. ബോത്ത് സൈഡ്സ് നല്ല ആനിമൽസിൻ്റെ ഇതൊക്കെയുള്ള നല്ല രസമായി കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആട്ടോ. ഞാൻ ഉറപ്പായിട്ടും പറയും മസ്റ്റ് വിസിറ്റ് ആണ്. ആരൊക്കെ ഒമാനിലേക്ക് വരുന്നോ അവരൊക്കെ മസ്റ്റ് വിസിറ്റ് ആണ് ഈ ഒരു സൂ. അടിപൊളിയാണത്. നല്ല രസമല്ലേ ഈ പ്ലാന്റ്സ് ഒക്കെ വളർത്തി. എന്ത് ഗ്രീനിഷ് ആയിട്ടാണത്. എനിക്കൊരു സൂ ഒരു വില്ലേജ് ഫീൽ ആയിട്ട് തോന്നി. ബിക്കോസ് ഒരു വില്ലേജിൽ ഒരു ഫാമിലേക്ക് പോകുമ്പോൾ എന്ത് രസമല്ലേ കാണാൻ. അപ്പുറത്തും ആനിമൽസ് ആയിട്ട് നല്ലൊരു കേജ് മാതിരിയൊക്കെ ഒരുക്കി. എന്ത് രസമല്ലേ. എനിക്കൊരു ഫീല് ഈ ഒരു സൂ തന്നു. പക്ഷേ വേറെ സൂവിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഫീൽ തന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു സൂ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ മൊത്തം ഒരു ഫാം ആനിമൽസ് മാതിരിയുള്ള ഒരു ഏരിയ കേട്ടോ ഈ ഒരു ഏരിയ. പിന്നെ അങ്ങോട്ട് ഏരിയ ഉണ്ട് നല്ല വൂൾഫൊക്കെ ആയിട്ട് അപ്പുറത്തെ സൈഡുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് മറ്റേ ലയണും ഒക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ. ലയൺ, ടൈഗർ ഒക്കെ ഉള്ള ഒരു ഏരിയ. ഈ ഒരു ഏരിയ കാണുമ്പോൾ നമുക്ക് വേറൊരു ഫീൽ ഉണ്ടായിരുന്നത്. എനിക്കങ്ങനെ തന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഏരിയ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ വന്നപ്പോൾ എല്ലാ ആനിമൽസും ഉറക്കത്തിലായിരുന്നു. ക്രോക്കറ്റൈൽ മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് ഉറക്കത്തിലായിരുന്നു കേട്ടോ. ചിലവരൊക്കെ ഉണർന്നിരിക്കുകയായിരുന്നു. ഈ സീബ്ര അങ്ങനത്തെ മങ്കി ഒക്കെ ഉണർന്നായിരുന്നു. പക്ഷേ വലിയ ആനിമൽസ് ലൈക്ക് വൈൽഡ് ആനിമൽസ് മോസ്റ്റ്ലി ഉറങ്ങുകയായിരുന്നു. അതുപോലെ കണ്ടില്ലേ ലയണും ടൈഗറും എല്ലാം ഉറക്കത്തിലായിരുന്നു. എൻ്റെ ബ്രദറാണെങ്കിൽ ഉണർത്താൻ നോക്കുകയായിരുന്നു എല്ലാ ആനിമൽസിനും. എൻ്റെ അങ്കിളായിരുന്നെങ്കിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഉണർത്താൻ നോക്കുകയായിരുന്നു. പക്ഷെ ഉണർന്നില്ല കേട്ടോ. പക്ഷെ ടൈഗറൊക്കെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ടൈഗറൊക്കെ എണീറ്റു. കണ്ടില്ലേ ടൈഗറൊക്കെ അവിടെ നിന്ന് എണീറ്റു. നമ്മുടെ സൗണ്ട് കേട്ടിട്ടാണോ അത് ഉറന്ന് കഴിഞ്ഞിട്ടാണോ നമുക്കറിയില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു ടൈഗർ ഇങ്ങനെ സർക്കിൾ വന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ഓടി വന്നോണ്ടില്ല കേട്ടോ. ഞാൻ കുറച്ച് ഞങ്ങളെ കാണുമ്പോൾ ഓടി വരുമെന്ന്. ഒരു കസിൻസ് ഒക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ അവിടെ തന്നെ ഇറങ്ങി. അവിടെ ലൈക്ക് ഹൈന, ടൈഗർ പിന്നെ ലയനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തന്നില്ലേ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാട്ടോ ഈ ഒരു ഏരിയ. അങ്ങോട്ട് നമ്മൾ മുമ്പ് വന്ന ഏരിയ തന്നെ കേട്ടോ അത്. പിന്നെ കണ്ടോ ഇതാണ് ആക്ച്വലി സൈഡിൻ്റെ വാട്ടർ പാർക്കിൻ്റെ ഇന്ന ഏരിയ. ഇതൊക്കെ സ്റ്റാർട്ട് ആവാൻ പോകുന്നതേ ഉള്ളൂ. ബിക്കോസ് ഇത് ക്ലോസ് ടൈം ആയിരുന്നു. 2 o'clock 3 o'clock മുതലേ ഇത് സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഞങ്ങൾ എത്തിയത് തന്നെ 2 o'clock സംതിങ് ആയിരുന്നു.
ഞങ്ങൾ പിന്നെ തിരിച്ചിറങ്ങി 2:30, ഞങ്ങൾ എത്തിയത് 1:30ക്കാണ്, ഇറങ്ങിയത് 2:30 സംതിങ് ആണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നില്ല. പിന്നെ വാട്ടർ പാർക്കിൽ പോയി പറഞ്ഞില്ല, ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെ അതുമല്ല വിൻ്റർ സീസൺ ആയിക്കൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയില്ല. പിന്നെ അതായിരുന്നു കേട്ടോ ഇന്നോ ഏരിയ. ഞങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ എടുത്തതാട്ടോ വീഡിയോ. ഇതാട്ടോ ഞങ്ങളുടെ സൂ, അടിപൊളി സൂ ആയിരുന്നു. കണ്ടില്ലേ കുറേ വുഡ് പക്കർ മാതിരിയുള്ള കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. കണ്ടില്ല എന്ത് രസമാണ് ഇതൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടിപൊളി അറ്റ്മോസ്ഫിയറും ഒക്കെ തരുന്ന നല്ലൊരു സൂ ആണ്. എല്ലാവരും മസ്റ്റ് വിസിറ്റ് ആട്ടോ. അതാ പറഞ്ഞത്, ഈ ഒരു സൂ എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് തന്നെ എത്തും. ട്വിസ്റ്റ് ആൻഡ് ടേൺ ആയിട്ടുള്ള പാത്തൊക്കെ ആട്ടോ, അടിപൊളിയാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു സൂ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അടിപൊളി സൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ വന്നത് ഒമാൻ ഫോർട്ടിലേക്കാട്ടോ. ഞങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ത്രൂവേ പോയുള്ളൂ, ബിക്കോസ് ഞങ്ങൾ നല്ല ചൂടായിരുന്നു. അതോടൊപ്പം തന്നെ വെളിയിറങ്ങുമ്പോൾ നല്ല ചൂടായിരുന്നു. അതുപോലെ കുറേ വണ്ടികളൊക്കെ അകത്തായിരുന്നു പാർക്ക് ചെയ്ത് വെച്ചിരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. അതോടൊപ്പം തന്നെ ഇതൊരു ഫ്രൈഡേ മാർക്കറ്റും കൂടിയാണ് കേട്ടോ. ഫ്രൈഡേ നല്ല രസമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങൾ ഫ്രൈഡേ വരെ നിന്നില്ല, ഞങ്ങൾ തേഴ്സ്ഡേ നടത്തും കേട്ടോ തിരിച്ചു പോയത്. പിന്നെ അതിൻ്റെ വീഡിയോസ് എന്ത് രസമായി, ബിൽഡിങ്സൊക്കെ കാണാൻ നല്ല രസമാട്ടോ, നേരിട്ട് കാണാൻ അടിപൊളിയാണ്. ബിക്കോസ് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും നല്ല കടകളും നല്ലൊരു ആ ഒരു വേ തന്നെ, ഒരു പാത്ത് തന്നെ, ചെറിയ പാത്തിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ നല്ല രസമല്ലേ. ആ വണ്ടിക്കകത്തിരുന്ന് കാണാൻ നല്ല രസമല്ലേ. എനിക്കതാട്ടോ ഇഷ്ടം, വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ കാണുന്നുണ്ടാവും എനിക്കിഷ്ടം. ഇറങ്ങുന്നതിനേക്കാളും എനിക്ക് വണ്ടിക്കകത്തിരിക്കുന്നതാണ് ഇഷ്ടം. എന്ത് രസമെന്നറിയോ, ആ വഴി തന്നെ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ വഴിക്കൂടി ഇങ്ങനെ കാർ ഓടിച്ച് ഇങ്ങനെ അകത്തിരുന്ന് കാറിൽ കൂടെ കാണുന്നതല്ലേ എനിക്കിഷ്ടം. അടിപൊളിയാട്ടോ ഈ ഒരു വ്യൂവും, അടിപൊളി. അങ്ങപ്പുറത്തും ഇപ്പുറത്തും മൊത്തം കടകളാണ്. ഇത് ഫ്രൈഡേ ഒന്നുകൂടെ രസമാട്ടോ. ഞാൻ പോയിട്ടില്ല, അങ്കിള് പറഞ്ഞു കേട്ടോ. അങ്കിള് ഒമാൻ തന്നെ അല്ലേ, അപ്പോൾ അങ്കിള് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ, ഫ്രൈഡേ അടിപൊളിയാണ്. ഫ്രൈഡേ മാർക്കറ്റില്ല, അപ്പോൾ നല്ല രസമാണ്, ആൾക്കാരൊക്കെ കുറേ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഫ്രൈഡേ വരെ നിന്നില്ല, ഞങ്ങൾ തേഴ്സ്ഡേ തിരിച്ചു പോയിട്ടോ. ബിക്കോസ് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കേട്ടോ ഞങ്ങൾ തേഴ്സ്ഡേ തിരിച്ചു. ഞങ്ങൾക്ക് പിന്നെ ഫ്രൈഡേ മാർക്കറ്റ് കാണാൻ പറ്റിയില്ല കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. ഈ വഴി നിങ്ങൾ കണ്ടില്ല, എന്ത് കൺജസ്റ്റഡ് ആയിട്ട്, എന്ത് സ്മൂളാണെന്നറിയോ ഈ വഴി. നല്ല രസമാണ് ഇത് കാണാൻ, അടിപൊളി വഴിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ വഴിയാണ് കേട്ടോ. മോസ്റ്റ്ലി എനിക്ക് ഈ ഒരു ഫോർട്ടിൽ ഇഷ്ടപ്പെട്ടത് വഴിയാണ്. അടിപൊളി വഴിയല്ലേ. ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഒരു വഴി പോകുന്നത്, ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് സ്മൂളായിട്ട് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. നല്ല കണ്ടില്ല എന്ത് രസമാണ്. നമ്മൾ ഈ ടി വിയിലൊക്കെ ആട്ടോ ഇങ്ങനത്തെ വഴികളൊക്കെ കണ്ടിട്ടുള്ളത്. നല്ല രസമല്ലേ, ലൈക്ക് ഹാഫ് ബിൽഡിങ്സ് ഒക്കെ ഉള്ള അടിപൊളിയാട്ടോ അത് കാണാൻ. നേരിട്ട് കാണണം, അടിപൊളിയാണ്. ആക്ച്വലി ഇതിനേക്കാളും ചെറുതായിട്ടുള്ള വഴിയുണ്ട്, ഇതിനേക്കാളും വളരെ ചെറുതായിട്ടുള്ളൊരു വഴിയുണ്ട് കേട്ടോ. അത് നടക്കാനുള്ള വഴിയാട്ടോ, നമുക്ക് കാറിൽ കയറ്റാൻ പറ്റില്ല, വഴക്കാനുള്ള വഴി. അതാണെങ്കിൽ അടിപൊളിയാണ്. ഞങ്ങൾ ഇറങ്ങിയില്ലല്ലോ, അതുകൊണ്ടാണ് ആ വഴി ഇപ്പോൾ. ഇറങ്ങിയാണെങ്കിൽ ഒന്നുകൂടെ രസമാണെന്ന് തോന്നുന്നു. ഇതാണ് കേട്ടോ എക്സിറ്റ്, ഫോർട്ടിൻ്റെ എക്സിറ്റ് ആട്ടോ ഇത്. ഇതുപോലത്തെ കുറേ ഫോർട്ട് ഒമാനിലുണ്ട്, കുറേ വെച്ചാൽ കുറേ ഫോർട്ട്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ കുറേ ഫോർട്ട് കാണാം. അടിപൊളിയാട്ടോ ലൈക്ക് ഈ ഒരു പ്ലേസും അടിപൊളി പ്ലേസാണ്. എൻ്റെ ഒമാനിലെ പാത്ത് തന്നെ ഡിഫറെൻറ്റാണ്, അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒമാനിലെന്ന് വെച്ചാൽ ഈ പാത്താണ്. അടിപൊളി റോഡും നല്ല രസമാണ് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകാൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഔട്ടിങ്. നമ്മളിന്ന് ഫോർട്ടും നസീം പാർക്കുമാണ് കണ്ടത്.